ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത്. കൂടാതെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയുടെ റെസിപ്പി കൂടെ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഓട്സാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 240 ml കപ്പ്. ഇനി അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് 20 മിനിറ്റ് നേരം കുതിർത്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് 1/2 കപ്പ് ചെറുപയറാണ്. ഈ ചെറുപയർ ഞാൻ ഏകദേശം 8 മണിക്കൂർ നേരം കുതിർത്തെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി ആദ്യം നമുക്ക് ചട്നി തയ്യാറാക്കാം. കടായിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചുവന്നുള്ളിയും 1 സവാളയുടെ പകുതിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് വലിയൊരു പഴുത്ത തക്കാളി ചെറിയതായിട്ട് അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും തക്കാളിയും എല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ ഉടഞ്ഞ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിയുടെ പച്ചമണം പോകുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് ചട്നിയാക്കാം. ഇനി കുതിർത്ത് വെച്ചിട്ടുള്ള ഓട്സും അതുപോലെ തന്നെ ചെറുപയറും നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കാന്താരി മുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓട്സും ചെറുപയറും കുതിർത്ത അതേ വെള്ളത്തിൽ തന്നെയാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഓട്സിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും BP കൺട്രോൾ ചെയ്യാനും വെയിറ്റ് കുറയ്ക്കാനും എല്ലാം ഈ ഓട്സ് ധാരാളമായിട്ട് ഉപകാരപ്പെടും. ഇവിടെ ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള ഈ മിക്സിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു ദോശത്തവ ചൂടാക്കിയ ശേഷം നെയ്മയം പുരട്ടി നമുക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുത്ത് നേർത്ത ദോശകൾ ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. വളരെ കനം കുറച്ച് ചുട്ടെടുക്കാം. ഈ ഓട്സിൽ ധാരാളം സോല്യുബിൾ ഫൈബർ ഉള്ളതുകൊണ്ടാണ് അത് വളരെ ഹെൽത്തിന് നല്ലതാണെന്ന് പറയുന്നത്. ബാഡ് കൊളസ്ട്രോൾ അതായത് LDL കുറയ്ക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും. ഇനി നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ അല്പം നെയ്യുടെ അതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചട്നി ഇവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രണ്ടും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. Thank you for watching.